വിവാഹ ചടങ്ങിന് ഒരേപോലുള്ള വസ്ത്രം ധരിക്കാൻ പണം നൽകാത്തതിന്റെ പേരിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ അടിച്ചു തകർത്തതായി പരാതി. പാലക്കാട് ഇന്ന് പുലർച്ചെ 4:00-ഓടെയാണ് സംഭവം നടന്നത്. കോട്ടായി സ്വദേശി മൻസൂറിന്റെ വീട്ടിലെ വാഹനങ്ങളാണ് അക്രമിക സംഘം അടിച്ചു തകർത്തത്. വിവാഹത്തിന് അണിയാനുള്ള ഡ്രസ് കോഡിന് പണം നൽകാത്തതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിലാണ് മൻസൂറിന്റെ സഹോദരനും സുഹൃത്തുക്കളും തമ്മിലുണ്ടായ വാക്കുതർക്കം പിന്നീട് അക്രമത്തിൽ കലാശിച്ചത്. വാതിൽ തകർത്ത് അകത്തു കടക്കാനാണ് അക്രമി സംഘം ശ്രമിച്ചതെന്നും വീട്ടുകാർ ഇത് തടഞ്ഞതോടെ വാഹനങ്ങൾ അടിച്ചു തകർക്കുകയായിരുന്നുവെന്നുമാണ് മൻസൂർ ആരോപിക്കുന്നത്. കാറ്, ബൈക്ക്, ടിപ്പർ ലോറി, ട്രാവലർ അടക്കം 8 വാഹനങ്ങളാണ് നശിപ്പിച്ചത്. ഒരു കല്യാണത്തിന് സുഹൃത്തുക്കൾക്ക് എല്ലാവരും ചേർന്ന് ഡ്രസ് കോഡ് തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇതിനായി പണം കൊടുക്കാൻ ഞാൻ ഉൾപ്പെടെ ചിലർ വൈകി. ഇതോടെ സുഹൃത്തുക്കളിൽ ഒരാൾ രാത്രി 1 മണിയോടെ വീട്ടിൽ കയറി വന്ന് പണം ചോദിച്ച് അനാവശ്യം പറഞ്ഞു. പിന്നീട് കുറച്ചുപേരുമായി വന്ന് എന്നെ തല്ലുകയും ചെയ്തു. തുടർന്ന് എല്ലാവരും ചേർന്ന് പ്രശ്നം ഒത്തുതീർപ്പിലാക്കി. എന്നാൽ വീണ്ടും അയാൾ പ്രശ്നമുണ്ടാക്കിയതോടെ പോലീസിനെ സമീപിച്ചു. ഇന്നലെ വൈകിട്ട് പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെ അവർ ഭീഷണിപ്പെടുത്തുകയായിരുന്നുവെന്നും പണം ഞങ്ങൾ തരും. ഇതിനെ തുടർന്നാണ് ഇന്ന് പുലർച്ചെ വീട്ടിൽ വന്ന് ആക്രമണം നടത്തിയതെന്നും വാഹനങ്ങൾ തച്ചു തകർത്തതെന്നും മൻസൂറിന്റെ സഹോദരൻ പറഞ്ഞു. 15ഓളം പേരാണ് ആക്രമണം നടത്തിയതെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. വിവരം പോലീസിനെ അറിയിച്ചെങ്കിലും നടപടിയെടുക്കാൻ തയ്യാറായില്ലെന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ വിവാഹവേദികളിൽ ഒരുപോലെ ഡ്രസ്സ് അണിയുന്നത് ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. ഒരു കൂട്ടം പയ്യന്മാരാണ് വിവാഹ ചടങ്ങിന് ഒരുപോലെയുള്ള വസ്ത്രം ധരിക്കാൻ പ്ലാൻ ചെയ്തത്. എന്നാൽ ഇവർ പ്ലാൻ ചെയ്തത് വീട്ടുകാരും മറ്റും അറിഞ്ഞില്ല. എല്ലാം പറഞ്ഞുറപ്പിച്ച് തീരുമാനിച്ചതിനു ശേഷം വീട്ടുകാരുമായി പണം നൽകാൻ ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ പണം നൽകാൻ വിസമ്മതിച്ചതോടെയാണ് ഇവർ പ്രലോഭിതരായത്. വിവാഹ ചടങ്ങിന് ഡ്രസ് കോഡ് അണിയാൻ പണം നൽകില്ല എന്ന് പറഞ്ഞതോടെയാണ് വാഹനങ്ങൾ അടിച്ചു തകർത്തതും വീട്ടിൽ കയറി ആക്രമിക്കാൻ ശ്രമിച്ചതും. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.